ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് അപ്പാഷെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ KTM-നേക്കാൾ ഒരു പൊടിക്കൂടെ സ്റ്റേബിളായിട്ട് എനിക്ക് അപ്പാഷെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നേരത്തെ ആ ഒരു 390 ഡ്യൂക്ക്, അതായത് പ്രോപ്പർ 499cc ഉള്ള ഡ്യൂക്ക് ഓടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ സർവീസിൻ്റെ കാര്യത്തിൽ KTM-നെ വെല്ലാനായിട്ട് TVS-ന് ഇപ്പോൾ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്മൂത്ത്നെസ് എന്നൊക്കെ പറഞ്ഞാൽ കിഡിലൻ സ്മൂത്ത്, അതുപോലെ തന്നെ പ്രിസിഷൻ എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് ആണ്. ഒരു ഗിയർ പോലും എനിക്ക് ഇത്രയും നേരത്തിനിടയ്ക്ക് മിസ് ചെയ്യില്ല. ഇൻഡസ്ട്രിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്കിംഗ് സെറ്റപ്പാണ് നമുക്ക് KTM-ൽ കാണാൻ സാധിക്കുന്നത്. ഗറില്ല 450 കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. കാരണം റോയൽ എൻഫീൽഡ് അങ്ങനെ സ്പോർട്സ് മോട്ടോർ സൈക്കിൾസ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ കൂടിയും ഗറില്ല 450 കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഡ്യൂക്ക് 390-ക്കൊക്കെ ഒരു വെടി കൊടുക്കണം എന്നുള്ളതാണ്. ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം. ഇന്ന് നമ്മുടെ പോൾ ഏറ്റവും പുതിയ KTM ഡ്യൂക്ക് 390 ആണ്. 390 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 വേർഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 390R അതുപോലെ തന്നെ ഡ്യൂക്ക് 390. അതിൽ ഡ്യൂക്ക് 390 ആണ് ഇന്ന് നമ്മുടെ പോൾ. ഇതെന്ന് പറയുന്നത് 349cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനുമായിട്ട് വരുന്ന ഒരു കുട്ടി പോക്കറ്റ് റോക്കറ്റാണ്. ആറുമായിട്ട് എന്താണ് ഇതിന് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആറാണ് നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു 399cc എഞ്ചിനുമായിട്ട് വന്നിരുന്ന മോഡൽ. ഇതിൽ വന്നത് 149 ആണ്. കാരണം ആ ഒരു GSTയിൽ വന്ന ചേഞ്ചും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ബജാജ് ഇപ്പം ഈ ഒരു 390 349cc മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 3.6 lakhs മാത്രമാണ്. നേരത്തെ അത് 4 lakhs എബവ് ആയിരുന്നു. അതിനെ ഈ ഒരു വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് കൊണ്ടുവരാനായിട്ട് ബജാജിനെ കൊണ്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്, ഇത് എങ്ങനെയുണ്ട് റോഡിൽ ഓടിക്കാൻ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മളിവിടെ സഗീഷ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലായിരിക്കും സംസാരമൊക്കെ തന്നെ. നിങ്ങൾ എന്നോട് ഇങ്ങോട്ടൊന്നും പറയുന്നില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ രേഖപ്പെടുത്താവുന്നതാണ്. സോ നമുക്ക് പരിപാടി നോക്കാം. ഇതിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ചേഞ്ച് ഈ കാണുന്ന എഞ്ചിനിൽ വന്നിരിക്കുന്ന ചേഞ്ചാണ്. ഇപ്പോൾ ഇതിലിരിക്കുന്നത് ഒരു 349cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ്. നേരത്തെ 46 bhp പവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു 399cc എഞ്ചിനിൽ നിന്നും ഇപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 41.5 bhp ആണ്. അതേപോലെ തന്നെ 39 Nm ടോർക്ക് ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു എഞ്ചിൻ ഇപ്പോൾ വെറും 33.5 Nm മാത്രമേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ഈ പവർ ആൻഡ് ടോർക്കിൻ്റെ RPM കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്. കാരണം സ്ട്രോക്ക് ചെറുതാക്കിയാണ് ഈ ഒരു CC അവർ കുറച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ചും കൂടെ ഹൈ റെവിലേക്ക് വണ്ടി പോകുന്നുണ്ട്. അതായത് നേരത്തെ ഉള്ളതിനേക്കാളും ഒരു 100 RPM മേളിലാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു 500 RPM കൂടെ മുകളിലേക്കാണ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പവറിലും ടോർക്കിലും വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം വണ്ടിയുടെ ആ ഒരു റൈഡിംഗ് പെർഫോമൻസിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു 6 Nm ടോർക്കും 6 ഹോഴ്സ് പവറും കുറഞ്ഞതിൻ്റെതായിട്ടുള്ള വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും ഒരു 349cc ഡ്യൂക്കിൽ വ്യക്തമാണ്. എന്നാൽ അത് നിങ്ങൾ നേരത്തെ ആ ഒരു 390 ഡ്യൂക്ക്, അതായത് പ്രോപ്പർ 499cc ഉള്ള ഡ്യൂക്ക് ഓടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളൊരു ഫ്രഷറാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഡ്യൂക്ക് 390 ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പവർ ലാഗ് ഫീലേ ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു 349cc വരുന്ന ബൈക്കുകളിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് അഗ്രസീവ് ആൻഡ് മോസ്റ്റ് പവർഫുൾ എഞ്ചിൻ തന്നെയാണ് ഈ ഇരിക്കുന്ന 349cc എഞ്ചിൻ എന്ന് പറയുന്നത്. ടിപ്പിക്കൽ KTM ടച്ച് ബജാജ് ഈ ഒരു എഞ്ചിന് കൊടുത്തിട്ടുണ്ട്. അതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. എന്നാൽ നിങ്ങൾ പഴയ ഒരു 390 യൂസറാണ്, അല്ലെങ്കിൽ ബിഗ് ബൈക്സ് അല്ലെങ്കിൽ ഇതേ 390 സീരീസ് ഒക്കെ തന്നെ യൂസ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി എടുത്ത് ഓടിക്കുമ്പോഴത്തേക്ക് അയ്യോ ആ ഒരു കിക്ക് എവിടെ എന്നുള്ളൊരു ഫീല് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു ഗുണവശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കിക്ക് ഒഴിവായതോട് കൂടിയിട്ട് വണ്ടി കുറച്ചും കൂടെ ട്രാക്റ്റബിൾ ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സിറ്റിയിൽ ഓടിക്കുന്ന സമയത്തേക്ക് ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് അടിപൊളിയാണ്. നല്ല രീതിക്ക് റിഫൈൻമെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. നല്ല രീതിക്ക് ത്രോട്ടിൽ കാലിബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു പവർ ഡെലിവറി കുറച്ചുകൂടെ സ്മൂത്തൻ ഔട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടടുത്ത് പവർ ഉണ്ട്. നല്ല ആവശ്യമില്ലാണ്ട് എപ്പോഴും നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന രീതിക്ക് ഇന്നാന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു ക്യാരക്ടർ നല്ല രീതിക്ക് വണ്ടിയുടെ കുറഞ്ഞിട്ടുണ്ട്. അതെനിക്കിതിൽ വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി. ചില ആളുകൾക്ക് ഡൈ ഹാർഡ് KTM ഫാൻസിന് മേ ബി അതൊരു ഡൗൺ സൈഡ് ആയിട്ട് തോന്നിയേക്കാം. അവർ എപ്പോഴും ആ ഒരു KTM റോനെസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്. പക്ഷേ 90% ഓഫ് അസ് അത് എൻജോയ് ചെയ്യാൻ പോകുന്നില്ല എപ്പോഴും എല്ലാ സിറ്റുവേഷൻസിലും. കാരണം ഈ വണ്ടി ഞാൻ നേരത്തെ KTM ഓടിച്ചിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അത് ഭയങ്കര അനോയിങ് ആണ് സിറ്റി അല്ലെങ്കിൽ പതിയെ പോകുന്ന സിറ്റുവേഷൻസിൽ. KTM ഈസ് ഫൺ വെൻ യു ആർ വെരി അഗ്രസീവ് ഓൺ ദ ബൈക്ക്. ബട്ട് ഒരു കാം ആൻഡ് റിലാക്സ്ഡ് വേയിൽ ഓടിക്കാനായിട്ട് ശ്രമിക്കുന്ന സിറ്റുവേഷൻസിൽ അത് കുറച്ച് അനോയിങ് ആയിട്ട് മാറും. പക്ഷേ ഈ ബൈക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ കൂടി ഈ ഒരു ബൈക്കിൽ നിങ്ങൾക്ക് അത്ര മടുപ്പ് തരത്തില്ല. നല്ല എൻജോയ് തന്നെ നിങ്ങൾക്ക് സിറ്റി ട്രാഫിക്കിലും അതുപോലെ തന്നെ ടൈറ്റ് സ്പേസസും ഒക്കെ തന്നെ ഓടിക്കാൻ സാധിക്കുന്നതാണ്. നേരത്തെ ഉള്ള പോലെയുള്ള ഒരു ത്രോട്ടിൽ ആൻഡ് ക്ലച്ച് ഗിയർ ബോക്സ് യൂസേജ് ഒന്നും അധികം ഈ വണ്ടിയിൽ വേണ്ട. അത്യാവശ്യം നല്ല രീതിക്ക് ലോ ആൻഡ് ട്രാക്റ്റബിളും അതുപോലെ തന്നെ ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ പറന്ന് നിൽക്കുന്ന രീതിക്കുള്ളൊരു ക്യാരക്ടറുമാണ് വന്നിരിക്കുന്നത്. റിഫൈൻമെൻറ്റ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ലിനിയർ പവർ ഡെലിവറിയും ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. KTM പറയുന്നത് പഴയതിനേക്കാളും ഓൾമോസ്റ്റ് ഒരു 10 to 15% ഫ്യൂവൽ എഫിഷ്യൻസിയും കൂടെ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ നമുക്കൊരു 20-22 അത്യാവശ്യമുള്ള ഈ വണ്ടി ഓടിക്കേണ്ട പോലെ ഓടിച്ചപ്പോൾ കിട്ടുന്ന മൈലേജ്. പക്ഷേ ഹൈവേസിലൊക്കെ പോയി കഴിഞ്ഞ് ക്രൂസ് കൺട്രോളൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള മൈലേജും ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. പിന്നീട് എന്നാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് ഷൂട്ട്സ്.
ഇലക്ട്രോണിക്സ് ഒന്നും തന്നെ അവർ മാറ്റിയിട്ടില്ല. എഞ്ചിന് വന്നിരിക്കുന്ന ഒരു മാറ്റം മാത്രമാണ് ഇതും 390 അല്ലെങ്കിൽ ഈ 350 മോഡലും 390R മോഡലുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ, ട്രാക്ഷൻ കൺട്രോൾ, റൈഡിംഗ് മോഡ്സ്, ബ്യൂട്ടിഫുൾ 5-inch TFT ഡിസ്പ്ലേ, അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് കംപ്രഷനും റീബൗണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്ക് സസ്പെൻഷൻ നമുക്ക് ഡാമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇതിൻ്റെയും സസ്പെൻഷൻ സെറ്റപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് 17-inch അലോയ് വീൽസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള അപ്പോളോ ആൽഫ H1 ടയേഴ്സ് ആണ് ബൈ സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഇൻഡസ്ട്രിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്കിംഗ് സെറ്റപ്പാണ് നമുക്ക് KTM കാണാൻ സാധിക്കുന്നത്. 320mm ഹാബ്ലെസ് ഡിസ്ക് റോട്ടറാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. സോ ഫ്രണ്ട് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമുക്ക് ആ ഒരു ഇനിഷ്യൽ ബൈറ്റ് ആയിക്കോട്ടെ, സ്റ്റോപ്പിംഗ് പവർ ആയിക്കോട്ടെ, കിഡിലനായിട്ട് ഈ ഒരു ബൈക്കിൽ കിട്ടുന്നുണ്ട്. ഇത് എത്രത്തോളം സ്പീഡ് ക്വിക്കായിട്ട് ക്യാരി ചെയ്യുമോ അതേപോലെ നമുക്കിതിനെ സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും വിത്ത് ഫുൾ കോൺഫിഡൻസ്. അതാണ് ഈ ഒരു ബൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്കിലാണെന്നുണ്ടെങ്കിലും നമുക്ക് 150 സെഷൻ അപ്പോൾ ആൽഫ H1 ടയർസ് ആണ് വരുന്നത്. ബാക്ക് ടയറിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഒക്കെ ഒരു രക്ഷയില്ല. അതിന് നമ്മളെ സഹായിക്കുന്ന ഇതിലിരിക്കുന്ന ആ ഒരു സ്റ്റീൽ ട്രെല്ലിസ് ഫ്രെയിമും ആ കാണുന്ന അലുമിനിയം സബ് ഫ്രെയിമുമാണ്. അടിപൊളി ഫീഡ്ബാക്കാണ്. ഇതിലിരിക്കുമ്പം ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയറിൽ നിന്ന് വരുന്ന ആ ഒരു ഫീഡ്ബാക്കാണ് ഈ ഒരു ബൈക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ടാണ് നമുക്കിതിനെ കോൺഫിഡൻ്റ് ആയിട്ട് പുഷ് ചെയ്യാനും വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഹൈവേ ആയിക്കോട്ടെ, സിറ്റി ആയിക്കോട്ടെ, ഗാർഡ് റോഡ്സ് ആയിക്കോട്ടെ, ഈവൻ ബാഡ് റോഡ്സ് ആയിക്കോട്ടെ, ഒരിടത്തും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം താഴോട്ട് പോകുന്നതില്ല. എല്ലാം മുകളിലോട്ട് മാത്രമാണ്. സിറ്റി ട്രാഫിക്കിൽ ഓടിക്കുന്നവർക്കൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെടും. കാരണം ഇത് ഭയങ്കര കുട്ടി വണ്ടിയാണ്. നമ്മൾ വണ്ടിയുടെ മുകളിലിരുന്ന വണ്ടി മുന്നോട്ടും പുറകോട്ടും അധികമൊന്നുമില്ല, ചെറിയൊരു ഇതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രാഫിക് ഫിൽറ്ററിങ്, കട്ട് ത്രൂ ഒക്കെ പോകാനായിട്ട് അടിപൊളിയാണ് ഹാൻഡ്ലിങ്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ടൈമിലാണെങ്കിലും ആക്സിലേറ്റിംഗ് ടൈമിലാണെങ്കിലും കോർണേഴ്സ് എടുക്കുന്ന ടൈമിലാണെങ്കിലും ഒക്കെ തന്നെ ടാങ്കിന്മേലുള്ള നമ്മുടെ ഗ്രിപ്പ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ആ ഒരു ഡിസൈനും ആ ഒരു ഇരിപ്പ് വശമൊക്കെ തന്നെ നൈസാണ്. അത്യാവശ്യം നിങ്ങൾക്ക് സിംഗിളായിട്ട് ചെറിയ ലഗേജ് സെറ്റപ്പിൽ ഇത് ലോങ് ടൂറും ചെയ്യാൻ സാധിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. അടിപൊളിയാണ്. ഇത് ഹൈവേയിൽ ഈസി നിങ്ങൾക്ക് 125, 130 ഒക്കെ തന്നെ ഓൾ ഡേ ക്രൂസ് ചെയ്യാനും വേണ്ടി സാധിക്കും. ക്രൂസ് കൺട്രോളും വണ്ടിയിൽ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ടതാണ് ഈ ഒരു ബൈക്കിലെ ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത്. ഓവർ ദി ഇയർസ് KTM അവരുടെ മോഡൽസിലെ ക്വിക്ക് ഷിഫ്റ്റർ ഒക്കെ തന്നെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒരു ഫൈനസ്റ്റ് വേർഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഡ്യൂക്ക് 390യുടെ ക്വിക്ക് ഷിഫ്റ്റിനെ പറയാൻ സാധിക്കും. സ്മൂത്ത്നെസ് എന്നൊക്കെ പറഞ്ഞാൽ കിഡിലൻ സ്മൂത്ത്, അതുപോലെ തന്നെ പ്രിസിഷൻ എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് ആണ്. ഒരു ഗിയർ പോലും എനിക്ക് ഇത്രയും നേരത്തിനിടയ്ക്ക് മിസ് ചെയ്യില്ല. 2 ദിവസം ലൈക്ക് ഇന്നലെയും ഇന്നുമായിട്ട് എൻ്റെ ഈ ഒരു ബൈക്ക് ഉണ്ട്. ഓൾ ദ ടൈം ഞാൻ ക്വിക്ക് ഷിഫ്റ്റർ തന്നെയായിരുന്നു യൂസ് ചെയ്യുന്നത്. ഫസ്റ്റും സെക്കൻഡിലേക്ക് ഇടുന്നതിന് മാത്രമായിരുന്നു ഞാൻ ക്ലച്ച് പിടിച്ചിരുന്നത്. ബാക്കി എല്ലാ ഷിഫ്റ്റുകളും ഞാൻ ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്തിട്ടാണ്. മുകളിലേക്ക് പോകും തോറും ഓരോ ഷിഫ്റ്റ്സും ഇങ്ങനെ ബട്ടറി സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ പ്രിസൈസ് ആണ്. ഒരിടത്തും വണ്ടി ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നില്ല ഷിഫ്റ്റ് ആവാനും വേണ്ടി, ബോത്ത് അപ്പ് ആൻഡ് ഡൗൺ. സോ എല്ലാവരും അത് ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഗിയർ ബോക്സും അടിപൊളിയാണ്. നല്ല പ്രിസൈസ് ഷിഫ്റ്റിംഗ് ആണ്, നല്ല ക്രിസ്പ് ഷിഫ്റ്റിംഗ് ആണ്. ഓരോ ഗിയറിലും നമുക്ക് ആ ഒരു പഞ്ചും ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒറ്റ പ്രശ്നം ഇതേ ഉള്ളൂ, എഞ്ചിൻ റണ്ണിങ് ടൈമിൽ നമുക്ക് ഫസ്റ്റും സെക്കൻഡും ഇടയ്ക്ക് ന്യൂട്രൽ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ കിൽ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫസ്റ്റ് നിന്ന് ന്യൂട്രലോട്ട് വണ്ടി വീഴുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ സെറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോളിനാണ് കൂടുതലും അവർ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് കംഫർട്ടിനേക്കാളും. അതുകൊണ്ട് തന്നെ ഒത്തിരി പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ കൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അടിപ്പ് ഫീൽ ചെയ്യും. അതായത് വണ്ടി അതിന് മുകളിൽ കൂടെ എല്ലാം തെറിച്ച് പോകുന്നതായിട്ടുള്ളൊരു ഫീലാണ്. ബട്ട് മോസ്റ്റ് യൂസ് കേസുകളിലും നമുക്ക് അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് ഓഫർ ചെയ്യുന്ന രീതിക്കാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇത് കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും റൈഡിങ് സ്റ്റൈലിനും റൈഡിങ് കണ്ടീഷൻസിനും അനുസരിച്ച് നമുക്ക് ഇതിനെ ട്യൂണപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്റ്റോക്ക് സെറ്റിംഗ് കുറച്ചും കൂടെ ഒന്ന് സ്റ്റിഫൻ അപ്പ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ട് ആൻഡ് ഫീഡ്ബാക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ കോർണറിംഗ് ടൈമിലാണെന്നുണ്ടെങ്കിലും ആക്സിലേറ്റിംഗ് ടൈമിലാണെങ്കിലും ഒക്കെ തന്നെയും ഈ ഒരു സ്റ്റോക്ക് സെറ്റിംഗ് തന്നെ പെർഫെക്റ്റ് ആണ് ഫോർ അവർ റോഡ് കണ്ടീഷൻസ്. നിങ്ങൾക്ക് ഒരു ട്രാക്ക് ബൈക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മോഡലാണിത്. കാരണം നിങ്ങൾക്ക് റോഡിൽ ഓടിക്കാം, അതേപോലെ തന്നെ ട്രാക്കിൽ ഓടിക്കാം. ട്രാക്കിൽ നിങ്ങൾക്ക് നല്ല ഫണ്ണായിരിക്കും ഇത്. കാരണം ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, അത്യാവശ്യം വേണ്ട നല്ല പവറുണ്ട്, അതുപോലെ തന്നെ കിഡിലൻ ഹാൻഡ്ലിങ്ങുമാണിത്. സോ നിങ്ങൾക്ക് റോഡിലേക്കും ട്രാക്കിലേക്കും ഒരു മോട്ടോർ സൈക്കിൾ നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു മോഡലാണ് KTM ഡ്യൂക്ക് 390. ഇപ്പോൾ കുറച്ചും കൂടെ അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഇത് ആക്സസിബിൾ ആണ്. അപ്പാഷെ RTR 310 ആണ് ഈ ഒരു മോഡലിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത്. നേരത്തെ ഡ്യൂക്ക് 390 അപ്പാഷയിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നത് അതിൻ്റെ പ്രൈസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിങ്ങിലാണ് വരുന്നത്. അപ്പാഷയുടെ BTO വേരിയൻറ്റിന് വരുന്ന പ്രൈസ് ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഡ്യൂക്ക് 390 അല്ലെങ്കിൽ 349cc മോഡലും വരുന്നത് ഇപ്പോൾ. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിലേത് ചൂസ് ചെയ്യുന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്തായാലും എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. അപ്പാഷെ എന്ന് പറയുന്നത് ഇതും സെയിം ടു സെയിം ടെക് ലോഡഡ് ആണ്, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. രണ്ടിൻ്റെയും ഫീൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ഒരു അഗ്രഷനും ആ ഒരു പഞ്ചും നമുക്ക് കിട്ടാൻ പോകുന്നത് KTM നിന്നായിരിക്കും. അതുപോലെ തന്നെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ
കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് അപ്പാഷെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ KTM-നേക്കാൾ ഒരു പൊടിക്കൂടെ സ്റ്റേബിൾ ആയിട്ട് എനിക്ക് അപ്പാഷെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവറോൾ കമോൺ റേസും ബിൽഡ് ക്വാളിറ്റി പോലെയുള്ള കാര്യങ്ങളും അപ്പാഷയിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ബട്ട് സർവീസിൻ്റെ കാര്യത്തിൽ KTM-നെ വെല്ലാനായിട്ട് TVS-ന് ഇപ്പോൾ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല ഒരു വാറണ്ടി പാക്കേജും അതുപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യ സർവീസ് നെറ്റ്വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ KTM-ന്റെ പക്കയാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അങ്ങനെ വലിയ കുറ്റം പറയാനുള്ള കാര്യങ്ങളൊന്നും തന്നെ KTM സർവീസിൽ വരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ KTM യൂസർ ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ബെറ്റർ സർവീസ് സപ്പോർട്ട് ആൻഡ് സ്പെയർ പാർട്ട് സപ്പോർട്ടാണ് നോക്കുന്നുണ്ടെങ്കിൽ KTM ഈസ് ദ തിങ് ടു ഗോ. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പ്രീമിയം ഫീൽ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ഫീൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പാഷെ ആയിരിക്കും കുറച്ചും കൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ രണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെയും ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് റോയൽ എൻഫീൽഡ് ഗറില്ല 450 കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. കാരണം റോയൽ എൻഫീൽഡ് അങ്ങനെ സ്പോർട്സ് മോട്ടോർ സൈക്കിൾസ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ കൂടിയും ഗറില്ല 450 കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഡ്യൂക്ക് 390 ഒരു വെടി കൊടുക്കണം എന്നുള്ളതാണ്. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ട് അടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. കാരണം ആ രീതിക്കുള്ള ക്യാമ്പയിൻസും ആ രീതിക്കാണ് ആ വണ്ടി അവരിപ്പോൾ ട്യൂൺ ചെയ്ത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഇപ്പം നമ്മൾ ഗൊറില്ലയുടെ ഒരു ഡ്രൈവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് നേക്കഡ് നേച്ചറാണ് അവർ ഗറില്ലയ്ക്ക് കൊടുത്തിരിക്കുന്നത്, മോർ ദാൻ എ റോഡ്സ്റ്റർ ഓർ എ സ്ക്രാമ്പിളർ. സോ എന്തായാലും റോയൽ എൻഫീൽഡിന്റെ ഭാഗത്തുനിന്ന് കുറേ സ്ക്രാമ്പിളർ മോഡൽസ് 450 ബേസിൽ എന്തായാലും വരും. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി പ്രൈസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3.6 lakhs ഇപ്പോൾ നമുക്ക് ഓൺ റോഡ് ഈ ഒരു വണ്ടി കിട്ടാൻ പോകുന്നത്. തല അനുസരിച്ച് ചെറിയ ചെറിയ പ്രൈസിൽ ഡിഫറൻസ് വരും. എക്സാക്ട് പ്രൈസ് നിങ്ങൾക്ക് KTM വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു പ്രൈസിൽ ഇതൊരു കില്ലർ ഡീൽ എന്നേ ഞാൻ പറയുള്ളൂ. അണ്ടർ 4 lakh നിങ്ങൾക്കൊരു 40 horse power മോട്ടോർ സൈക്കിൾ കിട്ടുകയാണതും KTM-ൽ നിന്നും വെൽ എക്യുപ്ഡ്. ഇതെടുത്തിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നും തന്നെ നടത്തേണ്ട കാര്യമില്ല. പെർഫോമൻസ് മോഡ്സോ അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് ബേസ്ഡ് ആയിട്ടുള്ള മോഡ്സോ ഒന്നും തന്നെ നടത്തേണ്ട കാര്യമില്ല. ബൈ സ്റ്റോക്ക് തന്നെ വണ്ടി നല്ല കേപ്പബിൾ ആണ് ഫോർ റോഡ് ആൻഡ് ട്രാക്ക്. സോ ആ ഒരു യൂസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറ്റി കമ്മ്യൂട്ടിംഗ് ആൻഡ് വീക്കെൻഡ് ഗെറ്റ് അവേ റൈഡ്സ്, ആ റൈഡുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ല ഫൺ വേണം, നല്ല അഗ്രഷൻ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ സാധിക്കുന്ന ഒരു മോഡലാണിത്. അതേപോലെ ഇപ്പോൾ ഡ്യൂക്ക് 390 നമുക്ക് 2 മോഡൽസിലാണ് വരുന്നത്. ഒന്ന് ഈ കാണുന്ന ഡ്യൂക്ക് 390, പിന്നെ വരുന്നതാണ് ഡ്യൂക്ക് 390R മോഡലാണ്. 499cc എഞ്ചിനോട് കൂടിയിട്ട് വരുന്നത്. നമുക്ക് 46 bhp കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ് ബജാജ് ചെയ്തത്. ആക്ച്വലി സാധാരണ അവർ ഇപ്പോൾ ട്രയംഫ് സീരീസ് ചെയ്യുന്ന പറഞ്ഞാൽ 400-നെ മാറ്റിയിട്ട് മൊത്തം 350 ആക്കി. എന്നാൽ KTM-ലേക്ക് വന്നപ്പോഴത്തേക്ക് അവർ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് 390 അവൈലബിൾ ആണ്, 350 അവൈലബിൾ ആണ്. സോ വേണ്ട ആളുകൾക്ക് അതിൽ രണ്ടിൽ നിന്നും ഏത് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാൻ സാധിക്കും, വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ്. പിന്നെ ബജാജിൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ബജാജ് തന്നെയാണ്. കാരണം ബജാജിൻ്റെയിലാണ് ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും ഉള്ളത്. ഇതിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ സെയിം പെർഫോമൻസോട് കൂടി വരുന്ന NS 400Z ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അതിന് ഇതിനേക്കാളും ഭയങ്കര പ്രൈസ് കുറവാണ്. 2.2 lakhs അത് നമുക്കിപ്പോൾ ഓൺ റോഡ് കിട്ടുന്നതാണ്. സിമിലർ പെർഫോമൻസ്, സിമിലർ പവർ. പക്ഷേ KTM ആണ് കുറച്ചും കൂടെ എക്യുപ്മെന്റ് വൈസും അതുപോലെ തന്നെ എന്താ പറയുക വണ്ടിയുടെ ഡൈനാമിക് വൈസും ഒക്കെ തന്നെ മുന്നിൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മോഡൽസിൽ ഏതായിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഒരുപാട് ലോങ് ആവുന്നു. സജീഷ് ഇല്ലാത്തതിന്റെ കുറവ് തീർച്ചയായിട്ടും ഈ വീഡിയോയിലുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, സാഹചര്യം ഇങ്ങനെ പോയി നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ സാധിക്കുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 100K അടിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തന്നെ അഡ്വഞ്ചർ 390 ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഉടനെ തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും. See you guys in the next one.